15 മാസം നീണ്ട യുദ്ധത്തിനൊടുവിൽ ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ വെടിനിർത്തൽ സാധ്യമായിരിക്കുന്നു. വെടിനിർത്തൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:15 പ്രാബല്യത്തിൽ വരും. അതിനു പിന്നാലെ വൈകുന്നേരം 4 മണിയോടുകൂടി ഹമാസിൻ്റെ പക്കലുള്ള ആദ്യത്തെ 3 ബന്ദികൾ മോചിതരാകും. പിന്നാലെ 7-ാം ദിവസം 4 ബന്ദികൾ കൂടി മോചിതരാകും. തുടർന്ന് ഓരോ ആഴ്ചകളിലായി 3 ബന്ദികൾ വീതം. അവസാനത്തെ ആഴ്ച 14 ബന്ദികളെ ഒന്നിച്ച് ഹമാസ് മോചിപ്പിക്കും. അങ്ങനെ വെടിനിർത്തലിൻ്റെ ആദ്യ ഘട്ടത്തിൽ 33 ബന്ദികളെ ആയിരിക്കും ഹമാസ് മോചിപ്പിക്കുക. ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കപ്പെടുന്ന ബന്ദികളുടെ മുഴുവൻ പട്ടികയും ഹമാസ് ഇതിനകം ഖത്തറിനെ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കപ്പെടുന്ന 33 ബന്ദികളിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 12 പേരുണ്ട്. നിരവധി സൈനികരുണ്ട്. അംഗപരിമിതരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ഇനി ഈ 33 ബന്ദികളിൽ മുഴുവൻ പേരെയും ജീവനോടെയാണോ കൈമാറുന്നത് എന്ന കാര്യത്തിൽ പോലും ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ചിലർ കൊല്ലപ്പെട്ടിരിക്കാം. അങ്ങനെയെങ്കിൽ അവരുടെ മൃതശരീരങ്ങളോ മൃതശരീര അവശിഷ്ടങ്ങളോ ആയിരിക്കാം ഹമാസ് ഇസ്രായേലിന് കൈമാറുക. എന്തായാലും 15 മാസത്തിലധികം നീണ്ട യുദ്ധത്തിന് താൽക്കാലികമായ ഒരു വിരാമമുണ്ടാകാൻ പോകുന്നു. മാസങ്ങൾ നീണ്ട ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും അമേരിക്കയുടെയും പ്രവർത്തനങ്ങൾക്ക് ഒരു റിസൾട്ട് കൈവന്നിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും ഇസ്രായേൽ ഈ ബന്ദിമോചന കരാറിനെ പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. അതിന് കാരണങ്ങളുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസിനെതിരെയുള്ള യുദ്ധം അത് വിജയിച്ചതുപോലെ തന്നെയാണ്. വിജയത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ നിൽക്കുന്നത്. എന്നാൽ ഹമാസിനെ സംബന്ധിച്ച് ഇത് മരണത്തിന് മുന്നിലുള്ള അവസാന അവസരമാണ്. നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിച്ച് ഇസ്രായേൽ പിന്മാറിയാൽ ഈ ബന്ദികളെ വെച്ച് കുറേയേറെ കാലം ഹമാസ് വിലപേശും. ഒടുവിൽ ഹമാസ് അവരുടെ ശക്തിയുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും വീണ്ടെടുക്കും. നേരത്തെ 6 ദിവസത്തെ വെടിനിർത്തലിനിടയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇറാനിൽ നിന്നും ഈജിപ്തിൽ നിന്നുമടക്കം വൻതോതിൽ ആയുധങ്ങൾ ശേഖരിച്ചുകൊണ്ടായിരുന്നു ഇത്രയും കാലം ഇസ്രായേലിനെതിരെ IDF-നെതിരെ ഹമാസ് പിടിച്ചു നിന്നത്. അതിന് സമാനമായ തന്ത്രങ്ങൾ ഹമാസ് പയറ്റിയാലും അത്ഭുതപ്പെടാനില്ല. ഇത് കൃത്യമായി IDF-ന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ദിമോചനം സാധ്യമായാൽ പിന്നാലെ ഹമാസിനെതിരെ വീണ്ടും കൊടിയ യുദ്ധത്തിലേക്കായിരിക്കും ഇസ്രായേൽ ഇറങ്ങിത്തിരിക്കുക. അന്ന് ഈ ബന്ദി ചർച്ചകൾക്ക് അല്ലെങ്കിൽ സമവായ ചർച്ചകൾക്ക് ഇടനിലക്കാരായി നിന്ന ഖത്തറിൻ്റെയോ അല്ലെങ്കിൽ ഈജിപ്തിൻ്റെയോ വാക്കുകൾ ഇസ്രായേൽ കേട്ടെന്ന് വരില്ല. അതാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഇതുവരെയുള്ള നിലപാടിലൂടെ നമ്മൾക്ക് ബോധ്യപ്പെടുന്നത്. ഇത് കൃത്യമായി ആർക്കറിയാം? ഹമാസിനറിയാം. അതുകൊണ്ടാണ് ബന്ദിമോചനം സംബന്ധിച്ച ചർച്ചകൾ വരുമ്പോഴും ബന്ദികളെ വിട്ടുകൊണ്ടുള്ള ഒരു കരാറിന് ഹമാസ് സമ്മതിക്കാത്തത്. ഹമാസിനെ സംബന്ധിച്ച് അവർക്കുള്ള ഏക പിടിവള്ളി ഈ ബന്ദികൾ മാത്രമാണ്. ബന്ദികൾ ഹമാസിൻ്റെ കയ്യിലില്ലായിരുന്നുവെങ്കിൽ ഈ യുദ്ധം ഒരിക്കലും 15 മാസം നീളുമായിരുന്നില്ല. ഈ യുദ്ധം 1.5 മാസം കൊണ്ട് അവസാനിച്ചേനെ. ഹമാസിനെ സമ്പൂർണമായി ഉന്മൂലനം ചെയ്യാൻ ഗാസയിലുടനീളം ബോംബുകൾ, അതും പടുകൂറ്റൻ ഭാരമുള്ള, ടൺ കണക്കിന് ഭാരമുള്ള, മാരക പ്രഹരശേഷിയുള്ള, കിലോമീറ്ററുകളെ കത്തിച്ച് ചാരമാക്കാൻ ശേഷിയുള്ള ബോംബുകൾ ഗാസയിലുടനീളം ഓരോ പ്രദേശങ്ങളിലേക്കും ഇസ്രായേൽ വർഷിച്ചേനെ. എന്നാൽ ഈ ബന്ദികളിൽ ഒരാളെയെങ്കിലും ജീവനോടെ തിരികെ സ്വന്തം രാജ്യത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ വിജയമാണെന്ന് നിലവിൽ ഇസ്രായേൽ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യുദ്ധത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഇസ്രായേൽ മിതത്വവും സംയമനവും പാലിച്ചത്. ഇപ്പോൾ ഇതാ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചുള്ള ഓപ്പറേഷനിലാണ്. ഒരു ഭാഗത്ത് വെടിനിർത്തലിന് മുൻപ്, വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലമാക്കുന്നതിന് മുൻപ് തന്നെ ഹമാസിനെതിരെ അതിമാരകമായ ആക്രമണം ഇസ്രായേൽ നടത്തി. മറുഭാഗത്തോ വെടിനിർത്തൽ കരാർ സാധ്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. വെടിനിർത്തൽ കരാർ 3 ഘട്ടങ്ങളായിട്ടാണ് നടപ്പാക്കുന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ആദ്യ ഘട്ടത്തിൽ 6 ആഴ്ചത്തെ വെടിനിർത്തൽ. അതിനിടയിൽ 33 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. പകരം 200ഓളം യുദ്ധക്കുറ്റവാളികളെ ഇസ്രായേലും മോചിപ്പിക്കും. മോചിപ്പിക്കുന്നവരുടെ പട്ടിക തന്നെ ഹമാസ് മധ്യസ്ഥരായിട്ടുള്ള ഖത്തറിന് കൈമാറിയിരിക്കുന്നു. റോമി ഗോനൻ അടക്കമുള്ള നിരവധി പേരുടെ, ചെറുപ്പക്കാരുടെ പേരുകളാണ് കൂടുതലുള്ളത്.
ചെറിയ കുട്ടികളുണ്ട്, 2 വയസ്സ് 5 വയസ്സ് പ്രായമുള്ള കുട്ടികളുണ്ട്. എന്നാൽ ഈ ലിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലുള്ള സ്ത്രീകൾ എല്ലാം തന്നെ ചെറുപ്പക്കാരാണ്. 23 വയസ്സ്, 27 വയസ്സ്, 29, 31, 33, 19, 20, 21, 20 വയസ്സുകളിൽ പ്രായമുള്ള 12ഓളം സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഇപ്പോൾ ഈ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി, കരാറിൻ്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കാൻ ഇപ്പോൾ ഹമാസ് സമ്മതിച്ചിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ജീവനോടെയും അല്ലാതെയുമുള്ള 98 ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കും. ആ ഘട്ടത്തിൽ ഗാസയിൽ നിന്ന് ഇസ്രായേലി സേന ഏറെക്കുറെ പിന്മാറുമെന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും വെടിനിർത്തൽ കരാറിന് അന്തിമ രൂപമായിരിക്കുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും. തുടർന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി ബന്ദികളുടെ ആദ്യ സംഘത്തെ ഹമാസ് മോചിപ്പിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെ IDFന്, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന് സമയമുണ്ട്. ഹമാസിൻ്റെ അവസാനത്തെ ഭീകരനെയും കൊന്നുതള്ളാൻ ഹമാസിനെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചതാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിന് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 33 ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറായതിന് പിന്നാലെ തന്നെ ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് വീണ്ടും ചേരുകയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എത്ര യുദ്ധക്കുറ്റവാളികളെ ഇസ്രായേൽ വിട്ടു നൽകണം, യുദ്ധക്കുറ്റവാളികളിൽ എത്ര പേരെയാണ്, ഏതൊക്കെ കുറ്റങ്ങൾ ചുമത്തിയവരെയാണ് വിട്ടു നൽകേണ്ടത്, ഇത് സംബന്ധിച്ച ഒരു വ്യക്തത ഇതുവരെ ഇസ്രായേൽ ഭരണകൂടത്തിനുണ്ടായിട്ടില്ല. അതുകൂടി അന്തിമമായി തീരുമാനിക്കുകയാണ് സെക്യൂരിറ്റി ക്യാബിനറ്റിൻ്റെ ലക്ഷ്യം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അധ്യക്ഷതയിലാണ് സെക്യൂരിറ്റി ക്യാബിനറ്റ് ചേരുന്നത്. വെടിനിർത്തൽ കരാറിനെ എതിർക്കുന്ന ഒരു വിഭാഗം ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയുണ്ട്. ഒരു തരത്തിലും വെടിനിർത്തൽ കരാർ അംഗീകരിക്കരുതെന്നും ഹമാസിനെതിരെയുള്ള അന്തിമമായ പോരാട്ടം തുടരണമെന്നുമാണ് ഒരു വിഭാഗം ഭരണ അനുകൂലികൾ ഇസ്രായേലിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതേസമയം അമേരിക്കയുടെ, അന്താരാഷ്ട്ര മറ്റ് സംഘടനകളുടെ, ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും അടക്കമുള്ള വൻ സമ്മർദ്ദങ്ങൾ ഇസ്രായേലിന് മേലിലുണ്ട്. എത്രയും വേഗം ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരുക, ഗാസയിൽ കഴിഞ്ഞ 15 മാസമായി നടക്കുന്ന കൊടിയ യുദ്ധം, ആ യുദ്ധം താൽക്കാലികമായെങ്കിലും അവസാനിപ്പിക്കുക, പരമാവധി ബന്ദികളെ ജീവനോടെ ഇസ്രായേലിന് രാജ്യത്തേക്ക് എത്തിക്കുക, അതിനുശേഷം മറ്റ് നടപടികൾ സ്വീകരിക്കാമെന്ന നിലപാട് തന്നെയാണ് അമേരിക്കയും ഈജിപ്തും ഖത്തറും ബ്രിട്ടനും അടക്കം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്.